നമസ്കാരം. ടൈം ഫോർ PSC യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. PSC ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ സെപ്റ്റംബറിൽ നടക്കും എന്നുള്ള വിവരം എല്ലാവരും അറിഞ്ഞു കാണും. അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ ഈ പ്രിലിംസിനൊപ്പം നടത്താനാണ് PSC തീരുമാനിച്ചിരിക്കുന്നത്. അത് നമ്മളെ അറിയിച്ചും കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് മുമ്പിലുള്ളത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അല്ലേ, പഠിക്കാൻ. ഒരു 70-75 ഡേയ്സ് മാത്രമേ നമുക്ക് മുമ്പിൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു 70 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാനുമായിട്ടാണ്. 70 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു പ്രിലിംസിൻ്റെ സിലബസ് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ മൺഡേ ടു സാറ്റർഡേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 1 വീക്കിൽ 7 ഡേയ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ 6 ഡേയ്സ് നമുക്ക് പഠിക്കാനും പിന്നെ ബാക്കിയുള്ള ഒരു ദിവസം റിവിഷനും വേണ്ടിയിട്ട് ആ ഒരു രീതിക്കാണ് ഞാൻ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൺഡേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മൺഡേ ടു സാറ്റർഡേ നമ്മൾ പഠിക്കുന്നു ടോപ്പിക് വൈസ്, എന്നിട്ട് സൺഡേസിലൊക്കെ റിവിഷൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ 60 ഡേയ്സ് പഠിക്കുന്നു, 10 ഡേയ്സ് റിവിഷൻ. ആ ഒരു രീതിക്കാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. PSC തുടക്കക്കാർക്കും കുറച്ചു കാലമായി PSC പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനകരമാകുന്ന ഒരു ടൈം ടേബിളാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. PSC തുടക്കക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല. അതുകൊണ്ട് ഡെയിലി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനും കൂടെ കുറച്ച് സമയം മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ ഈ ചാനലിലൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യം ഉണ്ട് എന്നുള്ളവർ, അതായത് PSC പഠിച്ചു തുടങ്ങുന്നവർ തീർച്ചയായും അത് പഠിക്കേണ്ടതാണ്. അങ്ങനെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നവർ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് സമയങ്ങളെല്ലാം സ്റ്റഡി പ്ലാനിലോട്ട് പോകാം. അതിന് മുമ്പായി ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഡിഗ്രി പ്രിലിംസിൽ നമുക്കിവിടെ മെയിനായിട്ട് വരുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ്? ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സയൻസ് ആൻഡ് ടെക്നോളജി, ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ, കമ്പ്യൂട്ടർ സയൻസ്, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, മലയാളം, ഇംഗ്ലീഷ്. അപ്പോൾ ഇത്രയും 11 ടോപ്പിക്സാണ് നമുക്ക് ഡിഗ്രി പ്രിലിംസിന് മെയിനായിട്ട് വരുന്ന ഏരിയാസ്. അപ്പോൾ ഇതിൽ ഓരോ സബ്ജക്റ്റിനും നമുക്ക് പഠിക്കാൻ കിട്ടുന്നത് 10 ദിവസമാണ്. നമ്മുടെ 70 ഡേയ്സ് ടൈം ടേബിൾ അനുസരിച്ചിട്ട് നമുക്ക് ഓരോ സബ്ജക്റ്റിനും 10 ദിവസം വെച്ച് കിട്ടുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ സബ്ജക്റ്റ് ഏരിയാസിനെയും, ഇപ്പോൾ ഹിസ്റ്ററി എടുത്തു, അതിനെ 10 ഭാഗങ്ങളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ജോഗ്രഫി എടുത്തു, അതിനെ 10 പാർട്സാക്കി ഡിവൈഡ് ചെയ്യും. അതിനുശേഷം ഡേ 1 നമ്മൾ ആ ഹിസ്റ്ററിയിലത്തെ ഫസ്റ്റ് പാർട്ട്, ആ ഫസ്റ്റ് ഭാഗങ്ങളാക്കിയിട്ടുണ്ടല്ലോ, ഓരോ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഫസ്റ്റ് പാർട്ട്, പിന്നെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിലെ ഫസ്റ്റ് ഭാഗം. അങ്ങനെ ഹിസ്റ്ററി, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, കറണ്ട് അഫെയർസ്. ഡേ 2 ജോഗ്രഫി, ഇംഗ്ലീഷ്, കറണ്ട് അഫെയർസ്. ഡേ 3 സയൻസ് ആൻഡ് ടെക്നോളജി, മലയാളം, കറണ്ട് അഫെയർസ്. അപ്പോൾ ഇവിടെ കറണ്ട് അഫെയർസ് നമ്മൾ ഡെയിലി പഠിച്ചു പോകുന്നു. ഡേ 4 എക്കണോമിക്സ്, സിവിക്സ്, കറണ്ട് അഫെയർസ്. ഡേ 5 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കമ്പ്യൂട്ടർ സയൻസ്, കറണ്ട് അഫെയർസ്. ഡേ 6 ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ, കറണ്ട് അഫെയർസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 6 ഡേയ്സ് കൊണ്ട് ഈ 11 ടോപ്പിക്സും അവിടെ കവർ ചെയ്തു. ഓരോ ദിവസം വെച്ച് ഓരോ ടോപ്പിക്സ് നമ്മൾ പഠിച്ചു. ഡേ 7 അതിൻ്റെ റിവിഷൻ. മൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മൺഡേ ടു സാറ്റർഡേ പഠിച്ചു, സൺഡേസിൽ റിവിഷൻ ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് ഫസ്റ്റ് വീക്കിൻ്റെ ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഡേ 1 എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഹിസ്റ്ററി, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ ഈ കാര്യങ്ങളൊക്കെ, കറണ്ട് അഫെയർസ്. ഡേ 2 ജോഗ്രഫിയിലെ ആദ്യത്തെ ഭാഗം, പിന്നെ ഇംഗ്ലീഷിൽ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്, പാർട്സ് ഓഫ് സ്പീച്ച്, പിന്നെ വൊക്കാബുലറി സെക്ഷനിൽ വരുന്നുണ്ട് സിംഗുലർ, പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാം. ഡേ 3 സയൻസ് ആൻഡ് ടെക്നോളജി, അതിൽ നേച്ചർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, സ്കോപ്പ്, റിലവൻസ്, നാഷണൽ പോളിസി, ബേസിക്സ് ഓഫ് എവറിഡേ സയൻസ്, മലയാളത്തിൽ പദശുദ്ധി എന്നുള്ളൊരു ടോപ്പിക്ക് ആഡ് ചെയ്തു. ഡേ 4 എക്കണോമിക്സിൽ ഈ നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഇതൊക്കെ വരുന്നു. സിവിക്സിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫംഗ്ഷൻ, ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഈ കാര്യങ്ങളൊക്കെ പഠിക്കാം. ഡേ 5 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, പ്രിയാമ്പിൾ, കമ്പ്യൂട്ടർ സയൻസ്, ഹാർഡ്വെയർ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി. ഡേ 6 ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ, അതിൽ കല എന്ന് ഫസ്റ്റ് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി പഠിക്കാം. അതുപോലെ ഈ ഡേയ്സ് 5 വരെയ്ക്ക് എന്തെങ്കിലും ടോപ്പിക്സ് അവിടെ പെൻഡിങ് ഉണ്ടെങ്കിൽ അതും കൂടെ ഈ ഡേ 6 നമുക്ക് പഠിക്കാവുന്നതാണ്.
അപ്പോൾ ഈ ഒരു ടൈം ടേബിളിൽ നിങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി പഠിച്ചു പോവുക. അപ്പോൾ ഈ ഒരു പ്ലാൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്